ഇത് 2009 i20 ആസ്തയാണ്. 55,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഹോണ്ട സിറ്റി 2022 വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5 Gen V വേരിയൻ്റ് ആണ്. ഈ 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെനുവിനാണോ? പക്ക ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് സിയാസ് 2015 ZX+ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ജെനുവിൻ 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് ഫുൾ വണ്ടിയുടെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് 2018-19 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ടൈറ്റൻ സ്പോർട്സ് ഫസ്റ്റ് ഓണർ വണ്ടി. ഫുള്ളി 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 22,000? ഈ ടയർ ഫസ്റ്റ് ടയറാ? ഇത് 2018 ഇഗ്നീസ് ഡെൽറ്റ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഹുണ്ടായുടെ ഷോറൂമിലാണ് വന്നേക്കുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്, യൂസ്ഡ് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അതായത് ഇത് ഹുണ്ടായുടെ തന്നെ പുതിയ വണ്ടികളുടെ ഷോറൂമാണ്. അതിൻ്റെ താഴെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ, അതായത് യൂസ്ഡ് വണ്ടികൾ വിൽക്കുന്ന ഷോപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്തവണ വളരെ, അതായത് ഒരു റീപ്ലേസ് പോലും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് ആ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഹായ് സർ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണല്ലേ? രണ്ടാമത്തെ വീഡിയോ. ഇതിപ്പോൾ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറേ കൂടി മോഡൽ കൂടിയ വണ്ടികളാണ് വന്ന് കിടക്കുന്നത് അല്ലേ? കൂടിയത് മാത്രമല്ല, ഹൈ ക്വാളിറ്റി വണ്ടികളാണ് കയറിയേക്കുന്നത്. എങ്ങനെയാണ് ഈ വല്ല ആക്സിഡൻറ്റ്സ്, റീപ്ലേസ്മെന്റ്സ് വണ്ടികൾ വല്ലതും ഉണ്ടോ? ഒന്നിലും റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇപ്പം നമ്മൾ ലൈവിൽ കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഷോപ്പ് കറക്റ്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് പറയാം. നമ്മുടെ ഇത് ചുങ്കത്ത് സ്പ്രൈസ് ആണ്, ഉണ്ടായി ഷോറൂമാണ് നമ്മുടെ. ഇത് മൂന്നാംകുറ്റിയിൽ സിറാത്ത് പള്ളിയുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആണ്. മൂന്നാംകുറ്റിയിലാണ് നമ്മുടെ ഓഫീസ് കിടക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഇപ്പോൾ വന്നാന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി മേളിൽ നിപ്പുണ്ട്, അതിന്റെ താഴെയായിട്ട് നമ്മൾ ഇതിന്റെ ഹുണ്ടായുടെ പ്രീ ഓൺഡ് സെയിൽ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ നോക്കട്ടെ. എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്? നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ലൈവില് നമുക്ക് 60 രൂപ മുതലുള്ള വണ്ടികൾ കിടപ്പുണ്ട്. ഈ വീഡിയോ കാണിക്കാനുണ്ടോ? ഈ വീഡിയോയിൽ ഇല്ല, വണ്ടി സ്റ്റോക്കിലേക്ക് വരുന്ന 60 രൂപ. അങ്ങനല്ല, ഈ വീഡിയോയിൽ നമ്മൾ 160 മുതലുള്ള വണ്ടി കിടപ്പുണ്ട്. ഓക്കെ, അപ്പം വണ്ടികൾ നോക്കാം. ഇത് സിയാസ് 2015 ZX+ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ജെനുവിൻ 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് ഫുൾ വണ്ടിയുടെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. സെക്കൻഡ് ടയേഴ്സ് ആണോ? സെക്കൻഡ് ടയേഴ്സ് ആണ്. അത് മാറിയിട്ട് അധികം നാളായിട്ടില്ല. ടോപ്പ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുന്ന ചെറിയ ടച്ച് സ്ക്രീൻ ഉണ്ടല്ലേ? ഓക്കെ, ഫോർവേഡ് പവർ ഉണ്ട്, വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, AC, പുഷ് സ്റ്റാർട്ട് ബട്ടൺ എല്ലാം ഉണ്ട്. ബാക്ക് AC വെൻ്റ് ഉണ്ട്. വണ്ടിക്കകം നോക്കിയാൽ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ലൊരു സീറ്റ് കവർ കിടപ്പുണ്ട്. നല്ല അലോയ് വീൽസ് ഉണ്ട്. ടയർ കണ്ടീഷനൊക്കെ ഗുഡാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 550 വിൽക്കാൻ ഇട്ടേക്കണത്. ഒരു 50% അടച്ചാൽ പോലും ലോൺ ഇട്ട് ഇറങ്ങും വണ്ടി. അതായത് ഇപ്പം പാതി ഇടണമെന്നുണ്ടോ? അത് ഇല്ല, ഉള്ളി 50,000 രൂപ അടച്ചാൽ മതി. 50,000 രൂപ അടച്ചാൽ മതി, ലോൺ ഇട്ട് കിട്ടും. ലോൺ ഇട്ട് ഇറങ്ങാം. ഏകദേശമൊക്കെ എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കിട്ടും? 5 ഇയർ ലോൺ കിട്ടും. 5 വർഷമുണ്ട്. ഹോണ്ട സിറ്റി 2022 വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5 Gen V വേരിയൻ്റ് ആണ്. ഈ 30,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെനുവിനാണോ? പക്ക ഫസ്റ്റ് ഓണർ വണ്ടി. അല്ല, കഴിഞ്ഞ വണ്ടി ഈ വണ്ടി കുറഞ്ഞ കിലോമീറ്ററാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏത് വർഷം ഇത്? 22. 22. ഈ സിസ്റ്റം ഒക്കെ ഇതിനകത്തുള്ളതാണോ? എല്ലാം ഉള്ള. ഇത് എങ്ങനെയാണ് വേരിയൻ്റ് ഏതായിട്ട് വരും? ഇത് 5 Gen V വേരിയൻ്റ് എന്ന് പറയുമ്പം നമ്മളെ മിഡിലാണോ ടോപ്പാണോ? ഏറ്റവും ടോപ്പിന് തൊട്ടാണ്. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയാണ്. ഹോണ്ട സിറ്റിയുടെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട്. കൊള്ളാം. വണ്ടി ഓവറോൾ കാണാൻ അടിപൊളി തന്നെ. അലോയ് വീൽസ്, നല്ല ടയേഴ്സ്. എത്ര ചോദിക്കുന്നത്? 960 നമ്മൾ വിൽക്കാനിട്ടേക്കുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട്? 13.5 ആ റേഞ്ച് ഉണ്ട്. ഇത് പെട്രോളാ ഡീസലാ? പെട്രോളാണ്. മൈലേജ് എങ്ങനെ ആയിരിക്കും? 16 ആ റേഞ്ച് ഉണ്ട്. ഇത് 2011 സ്വിഫ്റ്റ് VDI 146 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടി, ഫുൾ സർവീസ് ചെയ്ത വണ്ടി. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്വാളിറ്റി വണ്ടി.
ഇത് 4 പവറിൻ്റെ അല്ലേ? 4 ഡോർ പവർ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. വണ്ടിക്കകമൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട്. ബ്ലാക്ക് വണ്ടി. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്. സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതെല്ലാം ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാലേ പുട്ടി അങ്ങനെ വല്ലതും കയറിയിട്ടുണ്ടോ എന്നറിയാം. ഇല്ല. ഇല്ല. പെയിന്റ് വർക്കുകൾ വന്നിട്ടുള്ളൂ അല്ലേ? ചെറിയ ചെറിയ പെയിന്റ്, ബമ്പർ സ്ക്വാച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വന്നിട്ടുള്ളൂ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇവിടെ കളർ ഫെയ്ഡ് ഉണ്ടോ? അല്ല, അത് പോളിഷ് ചെയ്തിട്ടേക്കാം. പോളിഷ് ചെയ്തിട്ടേക്കാം. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 2.5. 2.5. ലാസ്റ്റ് പ്രൈസാ? അല്ല, നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. ഈ വിളിച്ച് ചോദിച്ചു അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പറച്ചിൽ കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. നെഗോഷ്യബിൾ ആണ്. ഇത് 2018 ഓൾട്ടോ 800 LXi ഫസ്റ്റ് ഓണർ വണ്ടി. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടികളല്ലേ? എൻ്റെ ടയേഴ്സ് കിടപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. വൃത്തിയിടൊന്നുമില്ല. നല്ല സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. ഡോർ പാഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡും സീറ്റൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2.70 നമ്മൾ വിൽക്കാൻ. 2.70. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരും. 100%. ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഫസ്റ്റ് ആണ്. ഇത് 2018-19 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് ഫസ്റ്റ് ഓണർ വണ്ടി. ഉള്ളി 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000? ഈ ടയർ ഫസ്റ്റ് ടയറാ? ഫസ്റ്റ് ടയർ. ഓക്കെ. കിലോമീറ്റർ വളരെ കുറച്ച്. സിംഗിൾ ഓണർ. ഈ ടച്ച് സ്ക്രീനൊക്കെ ഇതിനകത്ത് വരുന്നതല്ലേ? സ്പോർട്സ് ആണ്. ഓക്കെ. മാനുവലാണ് വണ്ടി. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ പോകുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവറുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഇതിൻ്റെ ഡോറൊക്കെ പിടിച്ചിട്ട്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 4.35 നമ്മൾ വിൽക്കാനിട്ടേക്കണം. ഇറങ്ങുമ്പോൾ എന്തുണ്ട്? ഇതിന് 8 രൂപ അടുപ്പിച്ചുണ്ടാവും. ആ റേഞ്ചുണ്ട്. നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയറൊക്കെ നല്ല പുത്തൻ ടയർ. ഫ്രണ്ട് ടയർ ഞാൻ വിചാരിച്ചു ഓടിയ ടയറാണ്. അതാ ഞാൻ ചോദിച്ചു ഫസ്റ്റ് ടയറാണോ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സർട്ടിഫൈഡ് ഉണ്ടായുടെ സർട്ടിഫൈഡ് വേണം. പെട്രോള്. മൈലേജ് എന്തായിരിക്കും? ഒരു 14, 13, 15 അതിനകത്ത് വരും. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ഡ്രൈവ് അല്ലേ? ഓടിക്കണ പോലുള്ള കാര്യം. ഇത് 2018 i20 ആസ്ത 1,00,000 ഫസ്റ്റ് ഓണർ വണ്ടി. 1.41 ഓടിയിട്ടുണ്ട്. ഇത് ഫുൾ സർവീസ്ഡ് വണ്ടി. ഡീസലാ? പെട്രോള്. സാധാരണ ഡീസൽ വണ്ടിയിൽ ഇങ്ങനെ ഓടുന്നത്. അതുകൊണ്ട് എടുത്തു പോയിച്ച ഡീസലാണ്. ഇത് പേരിൻ്റെ ഏതായിട്ട് വരും? ആസ്ത. ഓക്കെ. ടച്ച് സ്ക്രീൻ ഉണ്ട്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 1,00,000 ഓടി എന്നുള്ളതേ ഉള്ളൂ. ഫുള്ള് സർവീസ് ചെയ്ത് പക്കായിട്ട് കിടക്കണം. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. ടയർ ബാക്ക് ആവറേജ് താഴെയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? എത്രയാണ്? 4.30. പെട്രോള് 1 സംതിങ് ഓടിയില്ലേ? എന്നിട്ട് ഇത്രയുണ്ടോ വില? അല്ല, നമുക്ക് നോർമൽ വണ്ടിയാണെങ്കിൽ ഇതിൽ കൂടുതൽ വിൽക്കും പോവും. ഇപ്പം നമ്മളിത് ഇപ്പോൾ പറയുന്ന പ്രൈസ് എല്ലാം നമുക്ക് നെഗോഷ്യബിൾ ആണ്. ഇത് 2018 ഇഗ്നീസ് ഡെൽറ്റ ഓണർഷിപ്പ്. ഫസ്റ്റ് ഓണർ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റാണ്. കമ്പനി വന്നപ്പോൾ സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നത്. എനിക്ക് വേറെ കേടൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 4.65 നമ്മൾ വിൽക്കാനിട്ടേക്കുന്നത്. 4.65. ഇതൊക്കെ ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാവുന്ന വണ്ടികളല്ലേ? അതിന് താഴെയാണെങ്കിൽ ഇറങ്ങും. ഇത് 2009 i20 ആസ്തയാണ്. 55,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്.
ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഓണർ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, ഫുൾ സർവീസ് ചെയ്ത വണ്ടി. വണ്ടിക്കകമൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഡ്രൈവർ സീറ്റ് മാത്രം കുറച്ചൊന്ന് കീറിയിരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. അതേപോലെ 2009 വണ്ടിയാണെങ്കിലും അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ ഡോറിൻ്റെ അടി നോക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ സൈഡ് നോക്കുക, ബാക്ക് സൈഡ് നോക്കിയാലും 2009 അന്നത്തെ നല്ല ക്വാളിറ്റിയോടെ വണ്ടി ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അല്ലാതെ പഴം പോലത്തെ ഡോറല്ല, ഡോറൊക്കെ നല്ല ആ ഒരു ഇതുണ്ട്. ചുമ്മാ ചവറ് പോലെ ഉപയോഗിച്ച പോലത്തെ ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ചെറിയ ബമ്പറിലൊക്കെ അങ്ങനെ കയറിയിട്ടുള്ളൂ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? 160. ഓ, ഇതാ നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടി അല്ലേ? 160 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി. ഡീസലാ പെട്രോളാ? പെട്രോൾ. ഒരു 15-16 ആ റേഞ്ച്. ഷുവർ. നമ്മളിപ്പോൾ ലൈവിൽ കിടക്കുന്ന വണ്ടിയെല്ലാം ഹൈ ക്വാളിറ്റി വണ്ടികളാണ്. ഇനി നമുക്ക് സ്റ്റോക്കിലേക്ക് ഇനിയും വണ്ടികൾ ലോ ബഡ്ജറ്റുകളും 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാവുന്ന വണ്ടികൾ ഉൾപ്പെടെ നമുക്ക് സ്റ്റോക്കിലേക്ക് വരുന്നുണ്ട്. മാക്സിമം നമ്മൾ കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാക്സിമം ഫിനാൻസ് ഇട്ടാണെങ്കിലും എന്താണെങ്കിലും ജെന്യൂനായിട്ട് നമ്മൾ വണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നാളെ 31-ാം തീയതി അപ്ലോഡ് ചെയ്യും. അപ്പം അതിന് മുമ്പായിട്ട് ഇവിടെ ബാക്കി നേരത്തെ പറഞ്ഞ 60 രൂപയുടെ വണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഏതാ മോഡൽ? ഏതാ അത്? ഏത് വണ്ടിയാണ്? 2005 ഓൾട്ടോ LX വരുന്നുണ്ട്. 65,000 നല്ല ക്ലീൻ വണ്ടി വരുന്നുണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി വരുന്നുണ്ട്. പിന്നെ കേട്ടൺ വരുന്നുണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ നമുക്ക് ഇപ്പം കയറാനുണ്ട്. നാളെ മറ്റന്നാളായിട്ട് കയറും. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഏത് വണ്ടി വേണമെങ്കിലും അതിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുമല്ലോ ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ 1,60,000 രൂപ തൊട്ടുള്ള വണ്ടികളാണ് നമ്മൾ കാണിച്ചു തന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ ഈ 1,60,000 രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ i20യുടെ അതിൻ്റെ ബോഡിയൊക്കെ നല്ല ബോഡിയാണ് കേട്ടോ. അതായത് ഈ ഡോറിൻ്റെ അടിയൊക്കെ ഞാൻ നോക്കി, അതിനകത്തൊന്നും കംപ്ലയിൻസ് ഇല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ കണ്ണിൽ കാണുന്ന ഭാഗങ്ങളിലൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല, തുരുമ്പില്ല, ആക്സിഡൻറ്റ് കേസ് ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ കളർ ഫെയ്ഡ് കാര്യങ്ങളോ അമിതമായ രീതിയിൽ റീപെയിൻറ്റ് കാര്യങ്ങളോ ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. ബാക്കി വണ്ടികളെ അപേക്ഷിച്ച് ഇത് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞാൽ ഇത് വർഷപ്പഴക്കമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വർഷപ്പഴക്കമുള്ള വണ്ടി ആയിട്ട് പോലും അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്കുള്ള നല്ല നല്ല വണ്ടികൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും വരെ.